Question number 21. Two loudspeakers placed at separation of 10 meter. Both speakers are fed with an audio signal of same frequency with constant volume. Amplitude, frequency same ആണെന്ന് പറഞ്ഞു. Initially at point A, at equidistance to both loudspeakers is initially at point A. The voice recorder initially at point A. Yes, ഇവിടെ ഒരു voice recorder വെച്ചിട്ടുണ്ട്. Is moved by 25 meter along the line AB. ഇതാ മേലേക്ക് കാണിച്ചു 25 meter ആയിട്ട് മൂവ് ചെയ്ത് കാണിച്ചു. While monitoring the ordinary signals, the measured signal was found under 10 cycles of minima and maxima. Frequency വെച്ചു. ഈ മിനിമ മാക്സിമ കാണുമ്പോൾ രണ്ട് വേവുകൾ സെയിം ഡയറക്ഷനിൽ പോകുന്നു, സൂപ്പർപോസ് ചെയ്യുന്നു. അതിനാണ് ഇൻഡഫറൻസ് വിളിച്ചത്. നമ്മൾ ലൈറ്റിന് ഇൻഡഫറൻസ് ആ പഠിച്ചത്. അവിടെ യങ്ങിൻ്റെ ഡബിൾ സിറ്റ് എക്സ്പെരിമെൻറ്റ്, അതിന് പകരം സ്ലിറ്റിന് പകരം രണ്ട് സ്പീക്കേഴ്സ് വെച്ച് ചെയ്തു എന്ന് മാത്രം. അപ്പം യങ്ങിൻ്റെ ഡബിൾ സിറ്റ് എക്സ്പെരിമെൻറ്റ് പോലെ തന്നെ. യെസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം സെയിം ആയതുകൊണ്ട് ഇത് സെൻട്രൽ ഫ്രഞ്ച്, അത് മാക്സിമം ആയിരിക്കും. ഇങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ മാക്സിമം മിനിമം വരും. അപ്പോൾ ഇവിടെ 10 സൈക്കിൾസ് പറഞ്ഞാൽ അവിടെ 10th മാക്സിമം എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താ ഫ്രീക്വൻസി വെച്ചത്? അപ്പം 10th മാക്സിമം ആണെങ്കിൽ ലാംഡ കിട്ടിയാൽ ഫ്രീക്വൻസി കിട്ടും. നമ്മൾ പാത്ത് ഫ്രീക്വൻസി കിട്ടും. പാത്ത് ഫ്രീക്വൻസി ലാംഡയുടെ ടേംസിലാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പാത്ത് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പം നമ്മളൊരു ഡി സൈൻ തീറ്റ ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതിവിടെ ഉപയോഗിച്ചാൽ പ്രശ്നം വരും. റീസൺ, ഇത് ചെറിയ ഡി വലിയ ഡി രണ്ട് കമ്പയറബിൾ ആണ്. അപ്പം തീറ്റ ചെറുതല്ല. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ചെറിയ പ്രശ്നം വരും. അപ്പോൾ എക്സാക്ട് നമ്മളിതൊന്ന് സ്കെയിലിനനുസരിച്ച് മാറ്റി വരച്ചാൽ, യെസ്, ഇത് പോയിന്റ്, ഇത് വേറെ പോയിന്റ്, അല്ലെങ്കിൽ S1 S2 നമ്മൾ വിളിച്ച സാധനങ്ങൾ. യെസ്, ഓക്കെ. അപ്പം ഈ ദൂരം ഇതാണ് 25 മീറ്റർ തന്നത്. ഈ ദൂരം 5, ഈ ദൂരം 5. റീസൺ S1 S2 തമ്മിലുള്ള ദൂരം 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്ത് റിഫറൻസ് കിട്ടണമെങ്കിൽ എക്സാക്ട് മെത്തേഡ് ഇത് സഞ്ചരിച്ച ദൂരം കിട്ടണം ആദ്യം. യെസ്, അപ്പോൾ അതെന്ത് പറയാം? ദിസ് ഇസ് ആ പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്തത് എങ്ങനെയാ? L1, ഇത് L1 അല്ലേ? അപ്പോൾ ഇത് B, S1B തന്നെ എഴുതാൻ, റൈറ്റ്? ഇനി ആ ദൂരം ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം നോക്കിയോ, ഈ ദൂരം എത്രയാ? 25 ഈ 5 കുറച്ചാൽ ഇത് 20 അല്ലേ? ഈ ദൂരം എന്തായാലും 40 തന്നിട്ടുണ്ട്. അപ്പം S1B that is root of 20 square plus 40 square. അപ്പോൾ ഏത് വരും? 1600. അപ്പോൾ റൂട്ട് 2000. യെസ്, അപ്പോൾ 10 റൂട്ട് 20 എന്ന് എഴുതാം അല്ലേ നമുക്ക്? ഇനി മാറ്റണമെങ്കിൽ പിന്നെയും മാറ്റാലോ. S2B കിട്ടണമെങ്കിലോ, ഇത് S2 ആണേ, ദിസ് ഇസ് S2B. അതങ്ങനെ കിട്ടും. യെസ്, അപ്പം ഇത് നോക്കിയാൽ ഇതും 5 അല്ലേ? അപ്പം ഇത് 30, ഇത് 40. അപ്പം റൂട്ട് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ. ദാറ്റ് ഈസ് 50 മീറ്റർ. അപ്പം പാത്ത് റിഫറൻസ് എത്രയാ? യെസ്, ഇവർ റൂട്ട് 5 ഒക്കെ തന്നില്ലേ? അപ്പം ഇത് നമുക്ക് മാറ്റിക്കളയാം അല്ലേ? അപ്പം ഇത് 20 റൂട്ട് 5 എന്ന് എഴുതാം. യെസ്, അപ്പോൾ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു S2B മൈനസ് S1B. അപ്പോൾ 50 മൈനസ് 20 റൂട്ട് 5 അവർ 2.23 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ അത് 50 മൈനസ് 20.2 ഇപ്പോൾ 22.3ൻ്റെ ഡബിൾ 44.6 അല്ലേ? യെസ്, അപ്പോൾ 50 മൈനസ് 44.6 എന്ന് പറഞ്ഞാൽ 6.4. യെസ്, 5.4 പോരെ? 6.4 വേണ്ട, 5.4 മതി. അപ്പോൾ 5.4 മീറ്റർ ഈസ് എ പാത്ത് ഡിഫറൻസ്. യെസ്, ഇത് എത്രാമത്തെ മാക്സിമം എന്നാ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി? 10 സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 10th മാക്സിമം. അങ്ങനെ 10th മാക്സിമം എന്ന് മനസ്സിലായി. സെൻട്രൽ പാത്ത് ഡിഫറൻസ് 0, അത് മാക്സിമാണ്. 10 സൈക്കിൾസ് കഴിഞ്ഞാൽ വീണ്ടും കറക്റ്റ് ഇവിടെ 10th മാക്സിമം വരണം. അപ്പോൾ 10th മാക്സിമക്ക് പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ, യെസ്, ഡെൽറ്റ എക്സ് ഇസ് ഇക്വൽ ടു n ലാംഡ. അപ്പോൾ 10 ലാംഡ വരും. ഡെൽറ്റ എക്സ് എത്രയാ? 5.4. ദാറ്റ് ഈസ് 10 ലാംഡ. അപ്പോൾ ലാംഡ ഈസ് ഇക്വൽ ടു 5.4 ഡിവൈഡഡ് ബൈ 10. അപ്പം നമ്മളോട് ഫ്രീക്വൻസി വെച്ചു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിവൈഡഡ് ബൈ ലാംഡ. സ്പീഡ് എത്രയാ? 324 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ 5.4 into 10. ഇത് ചെയ്താൽ എക്സാക്ട്ലി നമുക്ക് എത്ര കിട്ടും?
That will be what? 600 hertz. That will be the final answer.